ഇന്നലെ പുലർച്ചയോട് കൂടിയിട്ട് ഇറാന്റെ ഒരു വലിയ പ്രദേശം, അതായത് കൊഷം ഐലാൻഡും അതുപോലെ തന്നെ ബന്ദർ അബ്ബാസിലോട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാന്റെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളിലോട്ടും അത് വെച്ചിട്ട് ഏകദേശം ഒരു ആയിരക്കണക്കിന് ഏരിയയിലോട്ട് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ഏരിയകളും അമേരിക്കൻ മിസൈലുകൾ വന്നിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇറാന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആക്രമണം മൊത്തം ഉണ്ടായിട്ടുള്ളത് കുവൈറ്റ് അതുപോലെ തന്നെ ബഹ്റൈൻ ബേസുകളിൽ നിന്നാണ്. അവിടെ നിന്ന് മിസൈലുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഇറാൻ വിടുന്ന പോലെ തന്നെ മിസൈലുകൾ അങ്ങോട്ട് ഒരുപാട് വന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് രാവിലെ പുലർച്ചെ നടന്നിട്ടുണ്ട്. ഇതിന് തിരിച്ചടി അപ്പം തന്നെ ഇറാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹ്റൈനിലും കുവൈറ്റിലും തന്നെ അടിച്ചിട്ടുള്ളത്. അതിൽ ബഹ്റൈനിലോട്ടാണ് ഇന്നത്തെ വലിയ അടികളുണ്ട്. കാരണം കുവൈറ്റിലേക്ക് ഇന്നലത്തെ രാത്രി, അതായത് ഈ ഒരു ആക്രമണം വരുന്നതിന് മുമ്പ് ഇന്നലെ വൈകുന്നേരം തന്നെ കുവൈറ്റിന്റെ ബേസ് ഏകദേശം മൊത്തത്തിൽ അതായത് അമേരിക്കൻ ബേസ് ഇറാൻ തകർത്ത് കളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുന്ന് 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സൈനികർക്ക് പരിക്കേറ്റ് എന്നുള്ള റിപ്പോർട്ട് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ, അതുപോലെ ഫാസ്റ്റ് ന്യൂസും അതുപോലെ തന്നെ ഇസ്രായേലി ന്യൂസും ഒക്കെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അത് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സെൻകോം വന്നില്ല, അങ്ങനെ ആരും മരിച്ചിട്ടില്ല, പിന്നെ ആരും മരിക്കാറില്ല. അമേരിക്കൻ്റെ എത്ര പട്ടാളക്കാർ ചത്താലും അത് ചത്തിട്ടില്ല എന്നേ പറയാറുള്ളൂ. അത് മാത്രമല്ല, ഈ അമേരിക്കയുടെ എന്തൊക്കെ അവിടത്തേക്ക് വിട്ടിട്ടുള്ള വിമാനങ്ങളോ എന്ത് തകർന്നു കഴിഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും സാധിക്കാറില്ല. അത് മാത്രമല്ല, പല ഡ്രോണുകളും അമേരിക്കയുടെ പല മികച്ച ഡ്രോണുകളും തകർത്തതിൻ്റെ ഇമേജസും വീഡിയോസും ഒക്കെ ഇറാന്റെ സ്റ്റേറ്റ് മീഡിയാസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ തനിയെ പോയി ആത്മഹത്യ ചെയ്തതെന്നാണ് അമേരിക്കൻ്റെ സെൻകോംപും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നലെ ഇത്രയും വലിയൊരു ആക്രമണം ഇറാന്റെ സൈഡിൽ നിന്ന് ഉണ്ടായതുകൊണ്ടും അവിടെ അമേരിക്കൻ പട്ടാളക്കാർ തന്നെ മരണപ്പെട്ടതുകൊണ്ടുമാണ് ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ തന്നെ അമേരിക്ക ഇത്രയും വലിയ തിരിച്ചടി ഇറാനിലോട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അതായത് കുവൈറ്റിലെ യു എസ് കരസേനയുടെ മിസൈൽ യൂണിറ്റ് ATACMC യൂണിറ്റ്, അതുപോലെ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരു വെടിക്കോ, അതായത് കംപ്ലീറ്റ് ആയുധങ്ങൾ നിറച്ചു വെച്ചിരുന്ന ഒരു ഡിപ്പോ, US സൈന്യത്തിൻ്റെ റഡാർ കേന്ദ്രങ്ങൾ, പിന്നെ മിസൈൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങൾ, ഇത് കംപ്ലീറ്റ്ലി ഇന്നലെ ഇറാൻ തകർത്തിട്ടുണ്ട്. ഇത് കുവൈറ്റിൻ്റെ അണ്ടറിലാട്ടോ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 3 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും ഇറാന്റെ ഫാസ്റ്റ് ന്യൂസ് ഒക്കെ ഏജൻസി ഒക്കെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇതിൽ കുവൈറ്റിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. സെൻകോമിന്റെ പ്രതികരണം ഞാൻ പറഞ്ഞു. കുവൈറ്റിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ 3 കേന്ദ്രങ്ങൾക്ക് നേരിട്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ. അതുമാത്രമല്ല, കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കടലിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കുവൈറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ ഖത്തറിന്റെ അൽ-ഉദൈദ് വിമാനത്താവളത്തിൽ നല്ല രീതിയിലുള്ള അടി IRGC കൊടുത്തു എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഖത്തർ ഇപ്പം അമേരിക്കയുടെ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് അൽ-ഉദൈദ് ഖത്തറിലായതുകൊണ്ട് തന്നെ ഖത്തർ അത് തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ ബഹ്റൈനിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. ഏകദേശം കുവൈറ്റിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ക്ലിപ്പുകളാണ്. ഇന്നലെ വൈകുന്നേരമായപ്പം ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ക്ലിപ്പുകളാണ് ഈ സൈഡിൽ കൂടെ പോയിട്ടുള്ളത്. അത് വലിയ രീതിയിൽ അമേരിക്ക അടി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഇറാനിലോട്ട് ഇത്ര വലിയൊരു ആക്രമണം അയച്ചു വിട്ടിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചു അതോടെ തീർന്നു, അമേരിക്ക വിട്ടു, ഇറാൻ ഇന്നലെ അടിച്ചു ഒക്കെ ഉള്ള സമയത്ത് ഇന്ന് അതിനുശേഷം, അതായത് അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ തിരിച്ച് നല്ല രീതിയിൽ അടി കൊടുത്തിട്ടുണ്ട്. ബഹ്റൈൻ്റെ 5th ഫ്ലീറ്റൊക്കെ കംപ്ലീറ്റ്ലി തീർന്നു എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത്. അതായത് ഏറ്റവും റീസെൻറ്റ് ഇപ്പം മോർണിംഗ് വന്നിട്ടുള്ള ബഹ്റൈനിൽ വന്നിട്ടുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് US ഫെസിലിറ്റി കംപ്ലീറ്റ്ലി, ബഹ്റൈനിലെ ഈ കംപ്ലീറ്റ് US ഫെസിലിറ്റി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിരുന്നു, ഇറാൻ കത്തിച്ചതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പിന്നോട്ടാണ് പുറത്തു വരാറ് അല്ലേ. ആദ്യം ഇങ്ങനെ ആളുകൾ എടുക്കും, പിന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പിന്നെ പുറത്തു വരും, ഏത് രീതിയിലാണ് അമേരിക്കയ്ക്കും ബാക്കിയുള്ളവർക്ക് അടി കിട്ടിയത് എന്നുള്ളത്. അങ്ങനെ ഒരു സാറ്റലൈറ്റ് ഇമേജ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. US 5th ഫ്ലീറ്റ്, അതായത് ബഹ്റൈനിലെ 5th ഫ്ലീറ്റിലെ ഒരു ഏരിയ വെയർഹൗസുകൾ കംപ്ലീറ്റ്ലി കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. കുറേ ദൃശ്യങ്ങളുണ്ട്, എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തുണ്ടോ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോസും ഇമേജസും ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ബഹ്റൈൻ്റെ ബേസിലെ ഫയറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് ബഹ്റൈൻ്റെ ബേസിൽ 5th ഫ്ലീറ്റിൻ്റെ ബേസിൻ്റെ ഫയറാണ്. അതിലൂടെ ആളുകൾ പോകുന്ന സമയത്തും അങ്ങനെ വരുന്ന സമയത്തും ഒക്കെ ഉള്ള ഇമേജസും അവിടെ നിന്ന് വരുന്ന ഉയർന്നു വരുന്ന പുകയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏത് രീതി ഇപ്പം നമ്മളെ രാവിലത്തെ ഞാൻ 1-2 ന്യൂസൊക്കെ കാണുമ്പോൾ അതിലൊന്നും തിരിച്ച് ഈ ഇറാൻ്റെ അടി എത്രത്തോളം പുറത്തോട്ട് ഉള്ള ന്യൂസുകളൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ ഇപ്പം ഏറ്റവും കുറച്ച് ഒരു മണിക്കൂറിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ വാർത്തകളൊക്കെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇറാൻ കംപ്ലീറ്റ്ലി ഹോർമോസ് ക്ലോസ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വിട്ടു. അത് കഴിഞ്ഞപ്പോൾ തന്നെ
അമേരിക്ക പറഞ്ഞു ഇറാൻ അതായത് ഹോർമോസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും പോകാം എന്ന് അമേരിക്കയുടെ സെൻകോം അല്ലെ അമേരിക്കൻ സെക്രട്ടറി പുറത്തോട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരും അതിലൂടെ പോകാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഇറാൻ അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ കപ്പലുകൾ പോവാറില്ല പൊതുവെ. കാരണം ക്ലോസ് ചെയ്തു ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറാൻ ആക്രമിക്കും. ഇറാൻ ആക്രമണം അവിടെ കപ്പലുകളെ ആക്രമിക്കുന്നത് തടുക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പം എത്ര കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു? അതായത് ഈ പറഞ്ഞ ഇഷ്യൂ ഉള്ള സമയത്ത് ക്രോസ് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം അതിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരുപാട് കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണങ്ങളെയും തടുക്കാൻ അമേരിക്കയുടെ ഒരു കപ്പൽ പടക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സിസ്റ്റത്തിനോ ഇസ്രായേലിന്റെ സിസ്റ്റത്തിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞ വാക്കിന്റെ പേരിൽ അതിലൂടെ ഒരു കപ്പലുകളും അനങ്ങില്ല. കംപ്ലീറ്റ്ലി അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു ഇമേജ് കൂടെ കാണിച്ചു തരാം. ഇത് ഇന്നലെ രാത്രി ഇറാൻ്റെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ കുവൈറ്റ്, ബഹ്റൈൻ ഇത്തരം രാജ്യങ്ങളുടെ മേലെ കൂടെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അതിൻ്റെ റീഫ്യൂലിംഗ് വിമാനങ്ങളും പോകുന്നതിൻ്റെ ഒരു റഡാർ ഇമേജസ് ആണ് വന്നിട്ടുള്ളത്. അത് ഇറാൻ ആക്രമിക്കാൻ കംപ്ലീറ്റ്ലി അമേരിക്ക മാത്രമല്ല, അമേരിക്ക, ഖത്തർ, UAE, പിന്നെ കുവൈറ്റ്, ബഹ്റൈൻ ഈ രാജ്യങ്ങൾ മൊത്തം, അതായത് ഒരു 5-8 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഒറ്റക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇസ്രായേൽ എപ്പോഴാണ് ഇതിലോട്ട് ചാടി വെക്കുക എന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ വേണ്ടത് പരസ്പരം ഇവരടിക്കുക അല്ലെങ്കിൽ അമേരിക്കനെ കൊണ്ട് ഇവരടുപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ചിന്ത അത്രേ പോകുന്നുള്ളൂ. അതോ ഇസ്രായേൽ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഇനി എപ്പോഴാണ് ഇസ്രായേലിൻ്റെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരിക, ഇനി എപ്പോഴാണ് തിരിച്ച് ഇറാൻ്റെ മൊബൈൽ ഈ ലോഞ്ചറുകൾ, അതായത് മിസൈൽ ലോഞ്ചറുകൾ ഇസ്രായേലിലോട്ടും കൂടെ തൊടുത്ത് വെക്കുക എന്നുള്ളത് നമ്മൾ വരുന്ന ഇതിൽ അറിയേണ്ടി വരും. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ക്ലോസ്ഡ് ആണ്, എല്ലാവർക്കും പണി കിട്ടും. ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇട്ട സമയത്ത് വീണ്ടും നമ്മളെ സംഖ്യകൾ വന്നിട്ട്, അത് ഫേസ്ബുക്കിലാണ് ഏറ്റവും തോന്നെ, യൂട്യൂബിലുണ്ട് കുറച്ചൊക്കെ, ഫേസ്ബുക്കിലാണ് ഫുൾ സംഖ്യകൾ. അത് എനിക്ക് സംഖ്യകൾക്ക് യൂട്യൂബും ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബിലൊന്നും കയറി അതൊന്നും എന്താ പറയുക അതിൻ്റെ പ്രീമിയം എടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും കാണാനൊന്നും അറിയില്ല. പിന്നെ അത്രയുള്ള ആവതേ ഉള്ളൂ പോക്ക്. പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഫേസ്ബുക്കിലാണ് സംഖ്യകളുടെ വിളയാട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഇന്നലെ മറ്റേ നമ്മുടെ ഗ്രഹം സെനറ്റർ മരിച്ചല്ലോ, അപ്പോൾ ഞാൻ ആ ന്യൂസ് ഇട്ട സമയത്ത് എന്തൊരു വിഷമാന്ന് പറയും. അതായത് അവൻ്റെയൊക്കെ വീട്ടിൽ ഈ പറഞ്ഞ അമേരിക്കൻകാർ കളിച്ചുണ്ടാക്കിയ മക്കളെ പോലെയാണ് അവന്മാരുടെ ഒക്കെ ടെൻഷൻ. അതായത് ഇന്ത്യനെ വരെ കീഴ്ത്തി, അതായത് അമേരിക്ക ഇന്ത്യക്ക് 25% താരിഫ് ഇട്ട സമയത്ത് ഞങ്ങളുടെ വിജയമായി കണ്ടിട്ട് അത് സംസാരിച്ച ഇവനെപ്പോലത്തെ ചെറ്റത്തരങ്ങൾ മാത്രം ഉള്ളിലുള്ളവന്മാർ ചത്തു എന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ സങ്കടം കണ്ടിട്ട് നീ ഇറാനിയല്ലടാ, നീ ഇറാനി, നിന്റെ വാപ്പ ഇറാനിലാണോ, ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇമാതിരി ചെറ്റ വർത്താനങ്ങൾ പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഒരു അമേരിക്കൻകാരൻ മരിക്കുമ്പോൾ ഒരു വൈറ്റ്, അതായത് പണ്ട് മുതൽ ആ ഷൂ നക്കിയ ചരിത്രം ഉള്ളതുകൊണ്ട് ഇവന്മാർക്ക് ഇപ്പോഴും ട്രംപ് തിരിഞ്ഞാൽ ട്രംപിൻ്റെ ആസനം വന്നാക്കും. അതാണ് സംഖ്യ എന്ന് പറഞ്ഞത്. അതിനിപ്പോൾ എത്ര മോദിക്കിട്ട് അണ്ണാക്ക് കൊടുത്താലും കുഴപ്പമില്ല, ഞങ്ങൾ എന്നാലും ട്രംപിനെ നക്കും. നക്കട്ടെ. അതായത് ഇറാനിലെ കുറച്ച് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഗസയിലോ ഇനി പലസ്തീനിലോ മുസ്ലിങ്ങൾ മരിക്കുന്ന അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണല്ലോ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഇവൻ ഷൂ അടക്കം ആസനം അടക്കം നക്കിക്കൊണ്ടിരിക്കുന്ന സകല സംഖ്യകൾക്കും എപ്പോഴെങ്കിലും പണി കിട്ടുമ്പോൾ ഇപ്പോൾ ഈ ഹോർമോസൊക്കെ അടച്ച് വീണ്ടും നമുക്ക് പണി കിട്ടുമ്പം നിനക്കും കിട്ടും പണി. അതായത് അവസാനത്തെ ഒരു പണി ഉണ്ടല്ലോ, ഈ നാട്ടിൽ അതായത് രാജ്യസ്നേഹവും ഇല്ല, ഒരു തെങ്ങിയില്ല, കുറേ വർഗീയത പറയണം, ഇങ്ങനെ ചെറ്റത്തരം പറയണം, പ്രത്യേകിച്ച് കാശ് കൊണ്ടും പ്രശ്നങ്ങളില്ല, ഗൾഫിൽ നിന്ന് ആരും പൈസ അയച്ചു കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നുള്ള ബിസിനസ് എഫക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്, ഈ പറഞ്ഞ ചരക്ക് നീക്കമില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ വരും, അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സംഘം ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് മുട്ടി നമ്മുടെ സാധനങ്ങളുടെ വിലയൊക്കെ കൂടി മറ്റൊരവസ്ഥയിലോട്ട് ഈ യുദ്ധം പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ആരും ഇടപെട്ട് തീർത്തിട്ടില്ലെങ്കിൽ പോവുകയാണെങ്കിൽ അന്ന് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞും വരുമ്പം സംഘിക്ക് പണി കിട്ടും. അതുവരെ സംഘിക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. സംഘി ഇങ്ങനെ വിദ്വേഷം പറഞ്ഞ് ചെറ്റത്തരവും പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സ്വന്തം തന്തനെ ജൂതന്മാർ കയറി കളിച്ച് ഉണ്ടാക്കിയ മക്കളായതുകൊണ്ട് ഇവന്മാർക്ക് അത് പറയാനുള്ള എല്ലാതും ഉണ്ട്. പിന്നെ ഷൂ നക്കിയ പരമ്പര ഉള്ളതുകൊണ്ട് അതിനും ഇവന്മാർ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കും. ഇതാണെങ്കിൽ ഇനി യുദ്ധത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.